പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം വലിയ പുണ്യമേറിയ മാസമാണ്. അല്ലാഹു ഏറെ ആദരിച്ച മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നിർബന്ധമാക്കിയ എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന മാസം 10 ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. വൽ ഫജ്രി വലയാലിൻ അശ്ർ, അതേ പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങളെ തന്നെയാണ് സത്യം. ആ 10 ദിനരാത്രങ്ങൾ ഏതാണ്? പരിശുദ്ധമായ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചതായി കാണാം. ഒരുപക്ഷേ നാളത്തെ രാവ് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 1-ാമത്തെ രാവാവുകയാണ്, അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും ദുൽഹിജ്ജയുടെ 1-ാമത്തെ രാവാണ്. മാഷാ അല്ലാഹ്, ഇനിയുള്ള ദിനരാത്രങ്ങൾ പുണ്യമേറിയ ദിനരാത്രങ്ങളാണ്. ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം. അല്ലാഹ് ആദരിച്ചതിനെ നമ്മൾ ആദരിച്ചാൽ അല്ലാഹു നമ്മളെ വെറുതെയാക്കുകയില്ല. അല്ലാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയും. നമുക്കെല്ലാത്തിന്റെയും പ്രശ്നം എന്ന് പറയുന്നത് അല്ലാഹ് ആദരിച്ചതിനെ നമ്മൾ ആദരിക്കുന്നില്ല എന്നുള്ളതാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 10 ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസി മനസ്സിലാക്കണം, അല്ലാഹു നിർബന്ധമാക്കിയ എല്ലാ അമലുകളും ഒത്തുവരുന്ന ദിനരാത്രങ്ങളാണ്. 10 ദിനരാത്രങ്ങളിൽ നിസ്കാരമുണ്ട്, 10 ദിനരാത്രങ്ങളിൽ നോമ്പുണ്ട്, 10 ദിനരാത്രങ്ങളിൽ സക്കാത്തുണ്ട്, 10 ദിനരാത്രങ്ങളിൽ ഹജ്ജുണ്ട്. അങ്ങനെ അല്ലാഹു നിർബന്ധമാക്കിയ ദീനിലെ ഈ പ്രധാനപ്പെട്ട സംഗതികളെല്ലാം ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ 10 ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദിനരാത്രങ്ങളെ നമ്മൾ ആദരിക്കണം. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മഹദിയായ ബീവി സയ്യിദ ഹാജറ ഉമ്മ റളിയല്ലാഹു അൻഹയുടെയും മഹാനായ നബിയുല്ലാഹി സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാമിന്റെയും ഓർമ്മകൾ അയവിറക്കുന്ന ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ല, വെറുതെയാക്കല്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാം 11 വയസ്സുകാരനായ പൊന്നുമോനാണ്. ആ പൊന്നുമോനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അറുക്കാൻ വേണ്ടി ബാപ്പയതാ പൊന്നുമോനെ മലർത്തിക്കിടത്തുകയാണ്. ആ പൊന്നുമോന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ വേണ്ടി പോവുകയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമയത്ത് കത്തിയെടുത്തിട്ട് അല്ലാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ 11 വയസ്സുകാരനായ പൊന്നുമോനെ ഇസ്മദേ ബാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ബാപ്പാ എന്നെ നിങ്ങൾ കമഴ്ത്തി കിടത്തണം ബാപ്പാ, മലർത്തി കിടത്തരുത് ബാപ്പാ. എന്റെ തല തന്റെ മുഖം താഴെയാകണോ, എന്റെ മുഖം മുകളിലാകുന്ന രൂപത്തിലേ എന്നെ നിങ്ങൾ അറുക്കരുതേ, എന്റെ കഴുത്തിലേക്ക് നിങ്ങൾ കത്തിവെക്കരുതേ. സുബ്ഹാനല്ലാഹ്, ആദനായ റബ്ബിന്റെ മുന്നിലുള്ള സമർപ്പണമാണ്. ഒരു ബാപ്പാക്ക് മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ മനസ്സ് വരുമോ? കത്തിവെക്കുന്നു എന്നറിഞ്ഞാൽ അതിന്റെ മുന്നിൽ കിടന്നു കൊടുക്കാൻ കഴിയുമോ? ഇല്ലേ, ഇല്ല. പക്ഷേ നാഥനായ റബ്ബിന്റെ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാവാൻ പോവുകയാണ്. വൈമനസ്യം കാണിച്ചില്ല, വേദന കാണിച്ചില്ല. 11 വയസ്സുകാരനായ പൊന്നുമോനെ എഴുന്നേറ്റ് ഓടിയില്ല. ആ പൊന്നുമോന് ബാപ്പായോട് പറഞ്ഞത്, ബാപ്പാ എന്നെ നിങ്ങൾ കമഴ്ത്തി കിടത്തരുത്,
എന്നെ നിങ്ങൾ മലർത്തി കിടത്തരുത്, എന്നെ നിങ്ങൾ കമഴ്ത്തി കിടത്തണേ. മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ബാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, പൊന്നുമോനെ എന്തിനാണ് നീ അങ്ങനെ പറയാനുള്ള കാരണം? ഇസ്മായിൽ നബി അലൈഹിസ്സലാം 11 വയസ്സുള്ള പ്രായമാണ്. ആ പൊന്നുമോന് ബാപ്പയോട് പറയുന്നു, ബാപ്പാ എന്നെ മലർത്തി കിടത്തിയിട്ട് എന്റെ കഴുത്തിലേക്ക് നിങ്ങൾ കത്തിവെക്കുമ്പോ എന്റെ മുഖം നിങ്ങൾ കാണുമല്ലോ. എന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാരണത്താൽ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൈമനസ്യം വന്നു പോയാൽ, അതേ റബ്ബിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ അംശം അല്ലാ എന്റെ ഈ പൊന്നുമോന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണല്ലോ ഞാൻ ഈ കർമ്മം ചെയ്യേണ്ടത് എന്ന് അറിയാതെ ബാപ്പയെങ്ങാനും ചിന്തിച്ചു പോയാൽ അത് നാഥനായ റബ്ബിന്റെ തീരുമാനത്തിന് എതിരാകുമല്ലോ ബാപ്പാ. അതുകൊണ്ട് എന്നെ നിങ്ങൾ കമഴ്ത്തി കിടത്തണേ ബാപ്പാ. എന്നിട്ട് എന്റെ മുഖം കാണാത്ത രൂപത്തില് എന്റെ കഴുത്തിലേക്ക് നിങ്ങൾ കത്തിവെച്ചോ. സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം അവരാണ് റബ്ബിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവര്. അവരാണ് റബ്ബിനെ ജീവിതം സമർപ്പിച്ചവർ. അവരതിന്റെ മുന്നിൽ യാതൊരു മടിയും കാണിച്ചില്ല. നമ്മുടെ മക്കൾക്ക് എന്താ പരിപാടി? സുബ്ഹാനല്ലാഹ്, നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതല്ലേ? എത്രമാത്രം മോശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതല്ലേ? എത്രമാത്രം മോശമായി കൊണ്ടിരിക്കുകയാണ്. ഒരു കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണത്തിന്റെ ആദ്യത്തെ രാവ് അതൊരു പരിപൂർണമായ പുണ്യമേറിയ ഒരു രാവല്ലേ? ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്ന ദിനരാത്രങ്ങളാണ്. ആ ദിനരാത്രങ്ങൾ ഇപ്പൊ എന്താണ് അവസ്ഥ? ആ ദിനരാത്രങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഒരു രാത്രി തന്നെ ഇല്ല. പുതിയണ്ണിന്റെ വീട്ടുകാര് അല്ലെങ്കിൽ പുതിയാപ്പിളയുടെ വീട്ടുകാര് പുതിയാപ്പിളയെയും പുതിയണ്ണിനെയും വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ അണിയിക്കുകയാണ്. ഏതാണ് ആ വസ്ത്രം? പഴയ കാലങ്ങളിൽ നമ്മുടെ ഉപ്പൂപ്പമാരും ഉമ്മൂമ്മമാരും ഒക്കെ അണിഞ്ഞിരുന്ന വസ്ത്രം. ഒരു തുണി, ഒരു ബനിയൻ, അതിന്റെ മുകളിൽ ഒരു പച്ച ബെൽറ്റ്. എന്നിട്ടോ സ്ത്രീകളാണെങ്കിൽ ഒരു പഴയ നൈറ്റി, പുതിയ പെണ്ണിനെ അണിയിക്കുകയാണ്. പഴയ കീറിപ്പറിഞ്ഞൊരു നൈറ്റി, ഈ ചാക്ക് പോലത്തെ ഈ നൈറ്റി അവരുടെ ശരീരത്തിലേക്ക് അണയിപ്പിച്ചിട്ട് അതൊക്കെ ഈ ഉമ്മമാര് അവരുടെ അരക്കെട്ടിൽ കുത്തുന്നത് പോലെ കുത്തിയിട്ട് ഇവരെ കൊണ്ട് രാത്രി പണിയെടുപ്പിക്കുകയാണ്. എന്താണ് ഈ പുതിയാപ്പിളയും പുതിയണ്ണും ചെയ്യേണ്ടത്? ഇവര് ചായ ഉണ്ടാക്കണം, ഇവര് പഴം പൊരിക്കണം, ഇവര് ഈ വന്നുകൂടിയ ആളുകൾക്കൊക്കെ ഇത് വിളമ്പണം. അങ്ങനെ സമയം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. സുബഹി വരെ ഇവർ ഈ ചായ ഉണ്ടാക്കുകയാണ്, ഇവർ ഈ വൃത്തികേടിന് നിന്ന് കൊടുക്കുകയാണ്. നാണമില്ലാത്ത മാതാപിതാക്കളെ ഈ വൃത്തികേടിനെതിരെ ഒരു ശബ്ദം പോലും ശബ്ദിക്കാൻ തയ്യാറാകാത്ത രൂപത്തിൽ ഈ വൃത്തികേടിന് തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുകയാണ്. അഊദു ബില്ലാഹ്. എവിടെയാണ് നമ്മുടെ ഉമ്മത്ത് എത്തിച്ചേർന്നത്? ഇത് ഇതര മത സമുദായങ്ങളിൽ കാണാനുണ്ടോ? ഇത് ക്രിസ്തീയ മതത്തിൽ കാണാനുണ്ടോ? ഇത് ഹിന്ദു മതത്തിൽ കാണാനുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പരിപാടി അവർക്കില്ല. എവിടെയാണ് നമ്മൾ ഇത് കണ്ടത്? എല്ലാ മഹത്വങ്ങളും എല്ലാ അംഗീകാരങ്ങളും എല്ലാ അള്ളാഹുവിന്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാം റബ്ബ് കനിഞ്ഞേകിയ പരിശുദ്ധമായ റബ്ബ് പൊരുത്തപ്പെടുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണ് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കുന്നത്. എന്തേ മാതാപിതാക്കൾക്ക്
മാതാപിതാക്കൾക്ക് നാണമില്ലാതായി പോയി. മര്യാദയ്ക്ക് പറഞ്ഞൂടെ ഇവിടെ നിന്ന് നടക്കൂല എന്ന് പറയാൻ എന്തേ മാതാപിതാക്കൾ തന്റെ ഇടം കാണിക്കാത്തത്? അതിന് കൂട്ടുനിൽക്കുകയാണ്, ആ വൃത്തികേടിന് കൂട്ടുനിൽക്കുകയാണ്. സുബഹി വരെ ഇതാണ് സമയം, സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ സുബഹി ബാങ്ക് കൊടുക്കുമ്പോ നായകൾ കിടന്നുറങ്ങുന്നത് പോലെ പോയി കിടന്നുറങ്ങുകയാണ്. പറയാതിരിക്കാൻ കഴിയൂല, പറയാതിരിക്കാൻ കഴിയൂല. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും ഈ നാട്ടിൽ അങ്ങനെ ഉണ്ട് എന്നല്ല ഞാൻ പറയണത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ആദ്യ രാത്രിയുടെ ഏറ്റവും സുന്ദരമായ സമയം, ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്ന സമയം. ഭർത്താവ് ഭാര്യയോട് എന്റെ വീട്ടിലെ അവസ്ഥകളും സാഹചര്യങ്ങളും ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ ഇന്ന രൂപത്തിലാണ് ജീവിക്കേണ്ടത്, നീ ഇന്ന രൂപത്തിലാണ് എന്റെ ഉമ്മയോട് പെരുമാറേണ്ടത്, നീ ഇന്ന രൂപത്തിലാണ് എന്റെ ബാപ്പയോട് പെരുമാറേണ്ടത് എന്ന് തുടങ്ങിയുള്ള നല്ല നല്ല ഉപദേശങ്ങൾ ഭാര്യയെ സമീപത്തിരുത്തി പറഞ്ഞുകൊടുത്ത് ആദ്യ രാത്രിയുടെ സുന്ദരമായ നിമിഷങ്ങൾ പങ്കിടേണ്ടതിന് പകരം ഈ പുതിയണ്ണിനെ കൊണ്ടും ഈ പുതിയ പിള്ളയെ കൊണ്ടും ആ കുടുംബക്കാര് മൊത്തം ഈ രാത്രിയെ കളഞ്ഞു കുളിച്ച് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കുകയാണ്. എല്ലാവരും അതിന് കുറ്റക്കാരാകും. ഇതൊരു നിസ്സാരമായ കാര്യമല്ല, ഇത് വെറുതെ ഒരു തമാശയല്ല. കല്യാണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നടക്കേണ്ട വലിയൊരു ഇടപാടാണ്. ആ ഇടപാട് ആ രൂപത്തിലായി വന്ന് ഭവിക്കുന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോ കാണാം ത്വലാഖ്. ഇപ്പൊ അതൊരു വലിയ ട്രെൻഡാണ്, ത്വലാഖ് ചൊല്ലുക. ത്വലാഖ് ചൊല്ലിയ കുറച്ച് പെണ്ണുങ്ങന്മാർ ഇപ്പൊ ഒരുമിച്ച് കൂടുക. ഇപ്പൊ അതൊരു ട്രെൻഡാണ്, ഒരു വൈബാണ്. ഓരോന്ന് പുതിയത് ഇങ്ങനെ കടന്നു വരികയാണല്ലോ. എന്താണ് ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങന്മാരൊക്കെ ഒരുമിച്ച് കൂടും, ഒരുപാട് ചെറുപ്പക്കാരികൾ. എന്നിട്ട് ഒരു റീൽസ് ഇറക്കുകയാണ്. എന്താണ് റീൽസ്? അടിച്ചു പൊളിക്കുന്ന റീൽസ്. നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ അവര് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, ത്വലാഖ് ചൊല്ലിയ സന്തോഷത്താൽ കേക്ക് മുറിക്കുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോഴാണ് മൊബൈലുകൾ ഇങ്ങനെ തെരഞ്ഞ് ഓരോന്നിങ്ങനെ നീക്കി നോക്കുന്നതിന്റെ ഇടയിൽ ഒരു പെണ്ണിത് കാണുന്നത്. ആ പെണ്ണാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെ ചില പ്രയാസങ്ങളും ഭർത്താവിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ കണക്കിലെടുത്തിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കരഞ്ഞു തീർക്കുകയാണ്. ചെറിയ ഒരു സംസാരം അവർക്കിടയിൽ ഉണ്ടായാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പെണ്ണെ, നിന്നെ ഞാൻ നന്നായി നോക്കാം, അല്ലെങ്കിൽ നീ കുറച്ച് ക്ഷമിക്ക്, അള്ളാഹിനോട് ദുആ ചെയ്യ്. കുടുംബങ്ങൾ സംസാരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന വിഷയമാണ്. അപ്പോഴാണ് പെണ്ണ് റീൽസ് കാണുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലേ. അതാ ത്വലാഖ് ചൊല്ലിയവരൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതുകൊണ്ട് ഞാനും ത്വലാഖ് ചൊല്ലിയാൽ എന്താ, എനിക്കും ഒരു ത്വലാഖായാൽ എന്താ? സുബ്ഹാനല്ലാഹ്. ഈ ത്വലാഖ് ചൊല്ലപ്പെടുന്ന സർവ്വ കല്യാണങ്ങളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ ചെന്നാൽ ആ കല്യാണങ്ങളിൽ ഒരുപാട് ഹറാമുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വേണ്ടാത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് പലതും സംഭവിച്ചിട്ടുണ്ട്, അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് പലതും ആ കല്യാണങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലം ഒരു മാസം കഴിയുമ്പോ അവര് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. നമ്മുടെ ട്രെൻഡ് ആരാണ്? നമ്മുടെ റോൾ മോഡൽ ആരാണ്? നബിയുല്ലാഹി സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് നമ്മുടെ ട്രെൻഡ്. അവർ അല്ലാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ അതേ പതറിയില്ല, വേദനിച്ചില്ല, മനസ്സ് പൊട്ടിയില്ല, കണ്ണെന്ന് വെള്ളം വന്നില്ല. റബ്ബിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ കിടന്നു കൊടുക്കുന്നു. ആ ഉപ്പയാണെങ്കിലോ നാഥനായ റബ്ബിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിൽ ഒരു വേദനയും കാണിച്ചില്ല. അവര് കിടക്കുന്ന സ്വർഗത്തിൽ നമുക്കും പോകണ്ടേ?
അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. അവസാന സമയം നീ നന്നാക്കണേ അല്ലാ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഈ ഒരുമിച്ച് കൂടി എല്ലാവരോടും അവസാനമായി പറയാനുള്ളത് 10 ദിനരാത്രങ്ങളെ ബഹുമാനിക്കണേ ഇൻഷാ അല്ലാഹ്. 10 ദിനരാത്രങ്ങളിൽ ഈ വിനീതൻ മദീനയിലുണ്ടാകും, പരിശുദ്ധമായ മിനയിലുണ്ടാകും, അറഫയിലുണ്ടാകും, മുസ്ദലിഫയിലുണ്ടാകും, പരിശുദ്ധമായ കഅബയുടെ സമീപത്തുണ്ടാകും, മത്വാഫിലുണ്ടാകും, അതേ സഫയിലുണ്ടാകും, മർവയിലുണ്ടാകും. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമുക്കും ആ 10 ദിനരാത്രങ്ങളെ ബഹുമാനിച്ച് അറഫയിൽ പോയി നിൽക്കണ്ടേ, മിനയിൽ താമസിക്കണ്ടേ, ജംറാത്തുകളിൽ എറിയണ്ടേ, മുസ്ദലിഫയിൽ രാപ്പാർക്കണ്ടേ, അറഫ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കണ്ടേ, നമുക്കും മിനയിൽ വന്ന് താമസിക്കണ്ടേ, ഇഫാദത്തിന്റെ തവാഫ് ചെയ്യണ്ടേ, ഹജ്ജിന്റെ സഈ ചെയ്യണ്ടേ, മുത്തു റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യണ്ടേ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. വിദൂരമല്ലാത്ത ഭാവിയിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. 10 ദിനരാത്രങ്ങളെ ബഹുമാനിച്ചോ. എല്ലാ ദിവസങ്ങളെയും പോലെ നാളെ രാത്രി മുതൽ പരിശുദ്ധമായ പെരുന്നാളിന്റെ രാത്രി വരെയുള്ള 10 ദിനരാത്രങ്ങളെ വെറുതെ കാണണ്ട, ആദരിച്ചോ, ബഹുമാനിച്ചോ. ഔലിയാക്കളുടെ നേതാവായ ഗൗസുൽ ആദം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 10 ദിനരാത്രങ്ങളെ ഒരുപാട് ഒരാൾ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ അയാളെ 10 നേട്ടങ്ങളെ കൊണ്ട് അല്ലാഹു ആദരിക്കുമേ. ഒന്നാമത്തത് എന്താണെന്നറിയോ? ഗൗസുൽ ആദം തങ്ങള് ഉനിയത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഒന്നാമത്തത് ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളെ നിങ്ങൾ ബഹുമാനിച്ചാൽ, പ്രത്യേകമായി ഖുർആൻ ഓതിയാൽ, അതിനെ ആദരിച്ചാൽ, അതേ പാവപ്പെട്ടവരെ സഹായിച്ചാൽ, സ്വതക്ക കൊടുത്താൽ, നോമ്പ് നോറ്റാൽ, പള്ളിയിൽ പോയിരുന്നാൽ, പാവങ്ങൾക്ക് തുണയായാൽ, ദിക്റുകൾ ചൊല്ലിയാൽ, സ്വലാത്തുകൾ ചൊല്ലിയാൽ നിങ്ങളുടെ ആയുസ്സിൽ പ്രത്യേകമായി അല്ലാഹു ബറക്കത്ത് തരുമേ. രണ്ടാമതായി ഗൗസുൽ ആദം തങ്ങൾ പറയുകയാണ്, സമ്പത്തിൽ വലിയ വർധനവുണ്ടാകുമേ. മൂന്നാമതായി കുടുംബത്തെ നാഥനായ റബ്ബ് സംരക്ഷിക്കുമേ. അതേ തെറ്റുകളെല്ലാം, നാലാമതായി തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു തരുമേ. നന്മകൾ ചെയ്യുമ്പോ മറ്റുള്ള ദിവസങ്ങളിൽ അമലുകൾ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി പ്രതിഫലം ഈ ദിനരാത്രങ്ങളിൽ അല്ലാഹു നൽകുമേ. സുബ്ഹാനല്ലാഹ്. ആ 10 ദിനരാത്രങ്ങളുടെ ഉള്ളിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് മരണത്തിന്റെ വേദന ഉണ്ടാവൂല, മരണത്തിന്റെ വേദന ഉണ്ടാവൂല. LinkedIn makes that. സുബ്ഹാനല്ലാഹ്. ഏഴാമതായി ഗൗസുൽ ആദം തങ്ങൾ പറയുകയാണ്, അതേ ഈ 10 ദിനരാത്രങ്ങളിൽ ഒരാൾ അമലുകൾ ചെയ്താൽ അയാളുടെ അമല് നാളെ മഹ്ശറ വൻസഭയിൽ തുലാസിൽ വെക്കുന്ന സമയത്ത് അതിന് വലിയ തൂക്കമായിരിക്കുമേ. സുബ്ഹാനല്ലാഹ്. എട്ടാമതായി ആ 10 ദിനരാത്രങ്ങളുടെ ഉള്ളിൽ ഒരാൾ മരിച്ച് ഖബറിലേക്ക് പോയാൽ
അവരുടെ ഖബർ പ്രകാശമാണ്, കൂരിരുട്ടല്ല, അവിടെ നല്ല വെളിച്ചമാണ്, അവിടെ ആനന്ദമാണ്. ഒൻപതാമതായി മഹാനവറുകൾ പറയുകയാണ്, അതേ നരകത്തിൽ നിന്ന് അല്ലാഹു ഈ 10 ദിനരാത്രങ്ങൾക്കുള്ളില് അത് 10 ദിനരാത്രങ്ങളെ ഒരുപാട് ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, അയാള് ഖബറിലേക്ക് ചെല്ലുമ്പോ അയാളുടെ ഖബറ് സ്വർഗമാണ്. 10ാമതായി മഹാനവറുകൾ പറയുകയാണ്, ഈ 10 ദിനരാത്രങ്ങളെ ഒരുപാട് ബഹുമാനിച്ചാൽ അയാൾക്ക് അല്ലാഹു വലിയ സ്ഥാനമാനങ്ങൾ നൽകുമെന്ന് മഹാനായ ഔലിയാക്കളുടെ നേതാവായ ഖുത്ബുർ റബ്ബാനി ഗൗസുസ് സമദാനി അൽ-ആരിഫുസ് സുബ്ഹാൻ അൻ-നൂറുശ് ശഖ്ശാൻ അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ട് ബഹുമാനിച്ചോ, ആദരിച്ചോ. പരിശുദ്ധമായ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കല് പ്രത്യേകം സുന്നത്താണ്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഒരുപക്ഷേ ആ സുന്നത്ത്, ഒരുപക്ഷേ ആ പ്രയാസം, ഒരുപക്ഷേ നോമ്പ് നോറ്റിട്ട് ക്ഷീണിക്കേണ്ടി വരാത്ത രൂപത്തിൽ അവർക്ക് നോമ്പ് നോൽക്കാം. എന്നാലും അറഫയുടെ 9ന്റെ അന്ന് അതേ അറഫയിൽ ഒരുമിച്ച് കൂടിയവര് നോമ്പ് നോൽക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് 10 ദിനരാത്രങ്ങളെ നമ്മളെല്ലാവരും ബഹുമാനിക്കണം, ആദരിക്കണം. അത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. ആ ദിനരാത്രങ്ങളാണ് ഇൻഷാ അല്ലാഹ് മിക്കവാറും നാളെ